Meet the editors. ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് മിണ്ടാതെ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSനെ പ്രീണിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പ്രതിരോധിച്ചാണ് ശീലമെന്നുമായിരുന്നു മറുപടി. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയ കെട്ട ചരിത്രം CPM-നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSSുമായി ഡീൽ ഉണ്ടാക്കാൻ ADGPയുടെ ആവശ്യമില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ മാധ്യമ വിമർശനത്തിനാണ് മുഖ്യമന്ത്രി കൂടുതൽ സമയം ചെലവഴിച്ചത്. ഭരണ തുടർച്ച നേടി അധികാരത്തിലെത്തിയ നാൾ മുതൽ സർക്കാരിനെതിരെ മാധ്യമങ്ങൾ വാർത്തകൾ മെനയുന്നു. ഇപ്പോൾ CPM-ന് RSS ബന്ധമെന്ന വലിയ പ്രചാരണമാണ് നടത്തുന്നത്. ഞങ്ങൾക്ക് RSSനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. ആരാണ് അതിനെ പ്രതിരോധിച്ചത്? അഭിമാനപൂർവം CPM-ന് പറയാൻ പറ്റും, ഞങ്ങളാണ്. നിങ്ങൾക്കൊരു പങ്കും അതിലുണ്ടായിട്ടില്ല. തുടർന്ന് ഭാഷ മാറി. RSS ശാഖയ്ക്ക് താൻ കാവൽ നിന്നിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞില്ലേ? ഗോൾവൽക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞു കുമ്പിട്ടത് ആരാണ്? കെ സുധാകരനെയും VD സതീശനെയും ലക്ഷ്യമിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയ കെട്ട ചരിത്രം ഞങ്ങൾക്കില്ലെന്നും മുഖ്യമന്ത്രി. RSS ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര്? മറന്നുപോയോ? വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത്. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന RSSകാരനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ. എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നത്? ഞങ്ങളെ RSS ബന്ധം ഏതെങ്കിലും തരത്തിൽ ആരോപിച്ച് നാടിൻ്റെ മുന്നിൽ ഇതാ RSSന്റെ ബന്ധക്കാരെ ഉപയോഗിക്കുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹം വേണ്ട. ഞങ്ങളത് തികഞ്ഞ അവസ്ഥയോടെ തള്ളിക്കളയാണ്. പിന്നാലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. മാധ്യമ വിമർശനത്തിനോടൊപ്പം മുഖ്യമന്ത്രി മൗനം പാലിച്ച വിഷയങ്ങളായ ADGP MR അജിത്കുമാർ, PV അൻവർ വിഷയങ്ങളിലും CPM സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കും, കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കും. RSSുമായി ലിങ്ക് ഉണ്ടാക്കാൻ ADGP ആശ്രയിക്കേണ്ട ഗതികേട് പാർട്ടിക്കില്ല. ആവശ്യമെങ്കിൽ നേരിട്ട് നടത്തും. നടക്കുന്നത് മാധ്യമങ്ങളുടെ കള്ള പ്രചാരവേല. CPIM-മായി RSSന് ലിങ്ക് ഉണ്ടാക്കാൻ ADGPയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇല്ല. ഇവിടെ ഞങ്ങൾക്ക് ഡീൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച മോഹൻ ഭഗത്തിനെ തന്നെ കണ്ടുകൂടെ? എന്തിന് ഈ ADGPനെ കാണണം? കള്ളപ്രചരണം നടത്തുകയാണ് CPM-നെതിരായിട്ട്. കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു ഒരേ വേദിയിൽ മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രസംഗം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മറുപടി പറഞ്ഞോ എന്നാണ് ചോദ്യം. ഇനി ബാലകൃഷ്ണൻ, ഈ വിവാദമെല്ലാം ആരംഭിച്ച് 4 നാൾ പിന്നിടുന്നു. ADGP RSS ബന്ധം ഉന്നയിച്ച് 3 നാൾ പിന്നിടുന്നു. അതിന്മേൽ ഒരുപാട് ചർച്ചകൾ, ഒരുപാട് അഭ്യൂഹങ്ങൾ, ഒരുപാട് കഥകൾ. അപ്പോഴും മുഖ്യമന്ത്രി മൗനം തുടർന്നു. ഇന്ന് മൗനം വെടിഞ്ഞു. ഒരു പൊതുവേദിയിൽ, ആ പൊതുവേദി എന്ന് പറയുന്നത് CPM-ന്റെ തന്നെ ഒരു കമ്മിറ്റി വേദിയാണ്, കോവളത്ത് ഭാഗത്തെവിടെയുമാണ്. അപ്പോൾ ആ മീറ്റിങ്ങിലാണ് മുഖ്യമന്ത്രി പറയുന്നത്, ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നടത്തും. പക്ഷെ അപ്പോഴും ADGPയും RSSും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയാതെയാണ് CPM-നെതിരെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണത്തെ മുഖ്യമന്ത്രി ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത്. മറുപടി പറഞ്ഞോ? മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അക്കാര്യത്തിൽ എൻ്റെ മറുപടി. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങ് എന്താണ്? അത് കോവളത്ത് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്. അങ്ങനെ ഒരു വേദിയിൽ വെച്ച് ഭരണപരമായൊരു കാര്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി വിശദീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു ADGPയുമായി ബന്ധപ്പെട്ട വിവാദത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ മാറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ഒരു വേദിയായിട്ട് ഞാനതിനെ കാണുന്നുമില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ വിവാദത്തിനൊരു മറുപടി പറയാൻ പിണറായി വിജയൻ ഇന്ന് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ നിലപാട്. ഇന്ന് അദ്ദേഹം പ്രധാനമായും CPM-ഉം സർക്കാരും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ആക്ഷേപമാണല്ലോ ഈ RSS CPM അന്തർധാരയുണ്ട് എന്നും അതിൻ്റെ ഭാഗമായി ADGP വന്നിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുമൊക്കെയുള്ളൊരു ആരോപണം. ആ ആരോപണത്തിൽ അദ്ദേഹം CPM-ൻ്റെ ചരിത്രം എടുത്തു വെച്ചുകൊണ്ട് എങ്ങനെയാണ് BJPയുടെ RSSൻ്റെ രാഷ്ട്രീയത്തെ CPM ഇടതുപക്ഷം പ്രതിരോധിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാനാണ് ശ്രമിച്ചത്. അതെല്ലാം പഴങ്കഥകളായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. ഇപ്പോൾ P പരമേശ്വരൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തു, ഗോൾവാക്കറിൻ്റെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് തെളിച്ചു,
രാജിവെച്ചു. പിന്നെ KPCC അധ്യക്ഷനായിട്ടുള്ള K. സുധാകരൻ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു. ഇതൊക്കെ പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രവുമല്ല, രാജ്യത്ത് BJPയിലേക്ക് വലിയ ഒഴുക്കുണ്ടായിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണെന്നൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പുറത്തൊരു സ്ഥിതി എന്താ? ഇപ്പം ഏറ്റവും പുതിയ സ്ഥിതി എന്ന് പറയുന്നത് EP ജയരാജൻ എന്ന് പറയുന്ന LDF കൺവീനർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. എന്താ കാര്യം? പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രകാശ് ജാവ്ദേക്കറുമായി ആരുടെ കൂടെ ചേർന്ന് കൂടിക്കാഴ്ച നടത്തി? ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന് കൂടിക്കാഴ്ച നടത്തി. വൈദേകം റിസോർട്ട് വ്യവസായം എന്താണ് ജയരാജൻ്റെ? അതേപോലെ തന്നെ CPMന്റെ സ്വതന്ത്ര MLA ആയിട്ടുള്ള PV അൻവർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം എന്താ? തൃശ്ശൂർ പൂരം കലക്കി BJPക്ക് അവിടെ ഒരു സീറ്റ് കൊടുക്കാൻ സഹായിച്ചു, അന്തരീക്ഷമുണ്ടാക്കി എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന P. പരമേശ്വരൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തു, ഗോൾവാക്കറിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ചു, അതേപോലെ തന്നെ RSSന്റെ ശാഖയ്ക്ക് മുമ്പിൽ കാവൽ നിന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് CPM നേരിടുന്ന മറ്റൊരു വലിയ വിവാദത്തിലേക്ക് പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പഴയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാമെന്ന് പിണറായി വിജയൻ വിചാരിക്കേണ്ട. അതിനൊന്നും അത്രയും ഈ മറുപടി പോരാ ആ കാര്യത്തിൽ. കാരണം അത്രയും വലിയൊരു ആശയക്കുഴപ്പം ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ADGPക്ക് കഴിഞ്ഞ 16 മാസമായി ലഭിച്ചിട്ടുള്ള സംരക്ഷണം തന്നെയാണ്. അതൊരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾക്കിടയിൽ. അതിന് ഈ പഴയ വാദങ്ങൾ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആ അർത്ഥത്തിൽ ഇന്നത്തെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ മറുപടി പോലും അപ് ടു ദ മാർക്കല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ ഇത് അവസാനിപ്പിച്ചേക്കാം. നോക്കൂ, ഈ CPM വലിയ പ്രതിസന്ധിയിലാണ്. എന്താണ് ആ പ്രതിസന്ധി? ഇപ്പോൾ ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നാണല്ലോ ഘടകകക്ഷികളടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ CPMഉം കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വിവാദത്തിൽ ഞങ്ങളെ കൂട്ടണ്ട എന്നുള്ളതാണ്. അത് ഡിസ്റ്റൻസ് ചെയ്യാണ് CPM പോലും. ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിലേക്കാണ് ഞാൻ ഈ വരുന്നത്. ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റിയാൽ എന്താ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം VD സതീശനാണല്ലോ പറഞ്ഞത് ദത്താത്രേയ ഹൊസബളയായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത്. ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം നമുക്കറിയാൻ കഴിഞ്ഞ കാര്യം എന്താ? 2023 മെയ് 22-ാം തീയതി ദത്താത്രേയ ഹൊസബളയുമായി അജിത് കുമാർ തൃശ്ശൂരിൽ കൂടിക്കാഴ്ച നടക്കുന്നു. 23-ാം തീയതി തൊട്ടടുത്ത ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടേ പറ്റുള്ളൂ. ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ADGPയെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചകളെ സംബന്ധിച്ച്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 16 മാസമായിട്ടൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സതീശൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ എന്താണ് കഴിഞ്ഞ 16 മാസം നിശബ്ദമായിരുന്നു എന്നൊരു ചോദ്യത്തിന് മറുപടി പറയണം. ഈ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ സംഘിവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപങ്ങൾ ഘടകകക്ഷികളടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘി നേതാവിനെ പോയിട്ട് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഓഫീസർ കാണുകയും സംസാരിക്കുകയും ചെയ്ത വിവരം അറിഞ്ഞു വെച്ചുകൊണ്ട് കഴിഞ്ഞ 16 മാസമായിട്ടൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതാണോ? അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ADGPയെ ഇപ്പം അങ്ങോട്ട് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ അത് പറയാൻ വേണ്ടിയിട്ടൊരു പ്രതിപക്ഷ നേതാവ് വേണ്ടി വന്നു. ആ പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രമസമാധാന ചുമതലയിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 16 മാസത്തെ നിശബ്ദതയ്ക്ക് മറുപടി പറയാൻ ഈ പാർട്ടി ബാധ്യസ്ഥമാവില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നിപ്പോൾ MV ഗോവിന്ദൻ്റെ പ്രസംഗം എന്താ? MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ADGP ആവശ്യമില്ലെന്നാണ്, ഞങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ADGP എന്ന് പറയുന്ന ആ വിഷയത്തെ ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് MV ഗോവിന്ദൻ. എന്നാൽ അതേസമയം അൻവറിൻ്റെ ആരോപണങ്ങൾ വളരെ പ്രധാനമാണെന്നും അക്കാര്യത്തിലൊക്കെ ഞങ്ങൾ അന്വേഷണം നടത്തും എന്നും പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ CPM ഒരു പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഇപ്പോൾ അജിത്തിനെതിരായിട്ട് എടുത്താൽ അജിത്തിനെതിരായിട്ട് മറ്റേ കാര്യത്തിൽ നടപടി എടുക്കാനും പറ്റില്ല ഇപ്പോൾ ഉടനെ. കാരണം എന്താ വെച്ചാൽ 1 മാസത്തെ സമയം കൊടുത്തിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ അജിത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണം സാധ്യമല്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും 1 മാസം ഈ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ആ പേരിൽ മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാനിതിനെ 50-50 ചാൻസിലായിട്ടാണ് കാണുന്നത്. അതായത് ഇയാളെ മാറ്റാൻ സാധ്യതയുണ്ട്, തുല്യമായി തന്നെ ഇയാളെ മാറ്റാതിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. കാരണം എന്താ വെച്ചാൽ മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആയുധമായി മാറുകയാണ്. ആ ആയുധം എന്ന് പറയുന്നത് 16 മാസത്തെ നിശബ്ദതയാണ്. ഞങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കിത് ആക്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്ന് പ്രതിപക്ഷം പറയുമെന്ന കാര്യത്തിലുള്ള സംശയമില്ല. പോലീസിൻ്റെ സംഘിവൽക്കരണം, അതിന് പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി മിണ്ടാതെ നിശബ്ദമായി നോക്കി നിന്നു, ദൃക്സാക്ഷിയായി നിന്നു, അല്ലെങ്കിൽ അതിന് കുടപിടിച്ചു എന്നൊരു ആരോപണം നാളെ വലിയ ശക്തമായി ഉന്നയിക്കപ്പെടും. ഇപ്പോൾ ഈ അജിത് കുമാറിനെ മാറ്റിയാൽ ഒരു പ്രതിസന്ധി CPM അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് MV ഗോവിന്ദൻ്റെ പ്രസംഗത്തെയാണ് ഏറ്റവും ശ്രദ്ധയോടെ നോക്കിയത്. അദ്ദേഹം അതിനെ വല്ലാണ്ട് ഡൈല്യൂട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അദ്ദേഹം മിനിഞ്ഞാന്ന് പറഞ്ഞ ആ ധാർഷ്ട്യമില്ല, ഞങ്ങളെ കൂട്ടണ്ട, ഞങ്ങൾക്ക് തൃപ്തിയൊന്നുമില്ല എന്ന് പറഞ്ഞ ആ ധാർഷ്ട്യത്തോടുകൂടിയല്ല ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ADGPയെ ഒന്നും വിട്ടിട്ട് ഒരു ബന്ധമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ADGPക്ക് ഇക്കാര്യത്തിൽ എന്ത് റോളാണുള്ളത്? ഞങ്ങൾക്ക് മോഹൻ ഭഗവതിനെ വേണമെങ്കിൽ നേരിട്ട് കണ്ടൂടെ? അപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള ഒരു പോസ്റ്ററിംഗ് ആണ് ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നാളെ LDF യോഗമാണ്. ആ LDF യോഗം നാളെ നടക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമായിട്ട് ഞാൻ
കാണുന്നു. കാരണം ഘടകകക്ഷികൾ പ്രത്യേകിച്ച് CPI ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു നേതാവ് നിങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാരം ചുമക്കാൻ ഇടതുപക്ഷ മുന്നണി എന്തിന് തയ്യാറാകണം, അല്ലെങ്കിൽ അതിനെന്തുകൊണ്ട് നിന്നു കൊടുക്കണം എന്നൊരു ചോദ്യം CPI അടക്കമുള്ള ഘടകകക്ഷികൾ മറ്റാരെങ്കിലും ഉന്നയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ CPI വളരെ ശക്തമായി ഉന്നയിക്കും. കാരണം ഡി രാജ അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആനി രാജ എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ ഈ പറയുന്ന പോലീസിലെ ഒരു RSS ഗ്യാങ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ CPI ഉന്നയിക്കുകയും അതിനെ പിണറായി വിജയൻ കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ നേതാവ് എന്ന് പറഞ്ഞിട്ട്. അത് CPM ഇവിടെയും CPIയും ആ പൊസിഷൻ എടുത്തു കേട്ടോ. സ്റ്റേറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള പിന്നെ ഒരു പൊസിഷനാണ് എടുത്തിരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ CPI നാളെ നടക്കാൻ പോയിരിക്കുന്ന സമ്മേളനത്തിൽ എടുക്കാൻ പോകുന്ന ഒരു നിലപാട് വളരെ ശക്തമായിരിക്കും. അതുകൊണ്ട് LDF യോഗത്തിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ADGP അജിത് കുമാറിനെ തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയിലേക്ക് CPM എന്ന പാർട്ടിയും സർക്കാരും എത്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ പാർട്ടി പത്രത്തിൽ വന്നിരിക്കുന്ന മുഖപ്രസംഗം, അത് മുഖപ്രസംഗമല്ല, പാർട്ടി പത്രത്തിലെ എഡിറ്റോറിയൽ ഗീബൽസിനെ വെല്ലുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ എന്നുള്ളതാണ്. അത് ഈ വിഷയത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ RSSനെ എങ്ങനെയൊക്കെ CPM പ്രതിരോധിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രം പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണിന്ന് CPM അണികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസംഗം. ഇതിലിപ്പോൾ RSSുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസ് എടുത്ത നിലപാട്, കോൺഗ്രസിനെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം മൃദു ഹിന്ദുത്വ സമീപനം എന്നുള്ളതാണ്. അതിലൊരു പുതുമയില്ല. നെഹ്റു RSSനോട് എടുത്തിരിക്കുന്ന നിലപാടല്ല പിന്നീട് വന്ന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഇപ്പോൾ ബാബറി മസ്ജിദ് വിഷയത്തിലായാലും ഇതൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. മധ്യപ്രദേശിൽ കമൽനാഥ് എടുത്ത നിലപാട്, കമൽനാഥിന് പിന്നീട് സീറ്റ് കൊടുക്കാതിരുന്നത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുത്ത മറിച്ചുള്ള നിലപാട്, അത് കോൺഗ്രസിന് നേടിക്കൊടുത്ത നേട്ടം, മുന്നണി എന്ന നിലയ്ക്ക് ഇന്ത്യ മുന്നണി എങ്ങനെ വിജയിച്ചു, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് രാജസ്ഥാനിൽ 1 സീറ്റും തമിഴ്നാട്ടിൽ 2 സീറ്റും നേടിയിരിക്കുന്നത്. അപ്പോൾ RSSനെ കൂട്ടുപിടിക്കുന്ന കോൺഗ്രസിൻ്റെ പിന്തുണ സ്വീകരിക്കേണ്ട എന്ന് പിണറായി വിജയന് പറയാമായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് അതല്ലല്ലോ വിഷയം. ഇതിപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷം എന്നുള്ളത് മാറ്റി നിർത്തൂ, അവിടുന്ന് മുന്നണിയിൽ നിന്ന് തന്നെയല്ലേ. ഇന്നിപ്പോൾ CPIയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് RSSും ADGPയും തമ്മിലുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ മാത്രം വിഷയമല്ല, രാജ്യമാകെ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞ ദിവസമാണിന്ന്. അപ്പോൾ അതവിടെ ആ ഒരു പ്രതികരണമായി അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് അതിൽ ഉത്കണ്ഠയുണ്ട് എന്ന ബിനോവിശ്യം പരസ്യമായി പ്രതികരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി ഈ 6ാമത്തെ ദിവസം മൗനം വെടിയുമ്പോൾ കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് തുനിഞ്ഞിട്ടുള്ളത്. ആരും നിഷേധിക്കാത്ത നേരത്തെ നടന്ന പ്രതികരണങ്ങൾ, K. സുധാകരൻ അടക്കം പറഞ്ഞ നമ്മുടെ ലൈബ്രറികളിലുള്ള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. എന്താണ് കാര്യം? നിങ്ങളെന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടിയുണ്ടോ? നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന് മറുപടിയുണ്ടോ? അതിന് മറുപടിയില്ല. P. പരമേശ്വരൻ്റെ പുസ്തക പ്രകാശനം, ഇതിപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിന് അത് സ്വയം ബുദ്ധിമുട്ടിലാകുന്ന ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അന്ന് ആ പുസ്തക പ്രകാശനം എന്നുള്ള സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിരുന്നു. ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ VD സതീശൻ പങ്കെടുത്തിട്ടുണ്ട്. അത് പറയാനാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. തിരുവനന്തപുരത്തെ ചടങ്ങിൽ VS പങ്കെടുത്തിട്ടുണ്ട്. ഇനി P. പരമേശ്വരൻ മരിച്ച ഘട്ടത്തിൽ ഋഷി സമാനമായ ജീവിതം നയിച്ച മഹാൻ എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പരസ്പര ബഹുമാനത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള കാര്യങ്ങളുമാണ്. പക്ഷേ ഇത് ഈ രൂപത്തിലാണോ, ഇവിടെ ADGPയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ രൂപത്തിലാണോ പ്രതികരിക്കേണ്ടത്? കേരളം ഒന്നാകെ ഇത്രയും ദിവസം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, ഇതിന് പിന്നിലെ താല്പര്യം? അത് ADGPയുടെ താല്പര്യമാണെങ്കിൽ എന്തുകൊണ്ട് ADGP അവിടെ തുടരുന്നു? അതല്ല എങ്കിൽ സർക്കാരിന് വേണ്ടിയിട്ടാണോ, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണോ എന്ന ചോദ്യത്തിലുള്ള മറുപടി, ഈ മറുപടികളൊന്നും പറയാതെ പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് UPയിൽ മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇതൊരു മറുപടിയുമായിട്ടില്ല എന്ന് മാത്രമല്ല, പരിഹാസ്യമായ പ്രതികരണമാണ് എന്ന് ഞാൻ പറഞ്ഞു. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. മീറ്റ് എഡിറ്റേഴ്സ് തുടരുന്നു. ഇടവേളയിൽ എന്നെ സ്മൃതി സ്വാധീനിക്കാൻ ശ്രമിച്ചല്ല. എനിക്ക് ഒരു ചേർക്കാനുണ്ട്. അതല്ല, VS പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ വിചാര കേന്ദ്രത്തിലെ പരിപാടിയിൽ. അത് P. പരമേശ്വരന്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ വിവേകാനന്ദനെ എങ്ങനെയാണ് RSS സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്ന വിമർശനമാണ് അവിടെ ഉന്നയിച്ചത്. അതിൽ പങ്കെടുക്കുന്നത് എന്നൊരു മര്യാദ കാണിക്കുകയും വിമർശനം ഉന്നയിക്കുകയാണ് അദ്ദേഹം. CP ജോണും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ CP ജോൺ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയും വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ഗുരുജി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ അതായത് സമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുള്ള മറുപടിയാണത്. പ്രതിപക്ഷ നേതാവ് ചെയ്ത് അങ്ങനെയാണ്. KPCC പ്രസിഡന്റ് ശാഖയ്ക്ക് കാവൽ നിന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം അത് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മറുപടിയായോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള രാഷ്ട്രീയമായൊരു മറുപടി ആയിട്ടില്ല. കാരണം ADGP MR അജിത് കുമാർ എന്തിന് 3 തവണ RSS നേതാക്കളെ കണ്ടു എന്നതാണ് CPI ഉന്നയിക്കുന്ന ചോദ്യം.
ഇടതുമുന്നണിയിലെ തന്നെ ഏറ്റവും പ്രബലമായ ഒരു സഖ്യകക്ഷി ചോദിക്കുന്ന ചോദ്യം. പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം വിട്ടുള്ളൂ. അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവാം, അവരതിനെ ഒരു പ്രചരണവേല നടത്തുന്നു എന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം. കാരണം ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഇടതുമുന്നണിക്കുള്ളിൽ നിന്നുയരുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമാണ് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകിയത്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ പ്രതിപക്ഷത്തെ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇടതുമുന്നണിയിലെ ഒരു സ്വതന്ത്ര MLA-യും ഇടതുമുന്നണിയിലെ CP എന്ന രാഷ്ട്രീയ പാർട്ടിയും നടത്തിയ വിമർശനങ്ങൾക്കോ അവരുടെ ആവശ്യത്തിനോ പറ്റിയ മറുപടി ആയിരുന്നില്ല പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ നടത്തിയിരുന്നത്. അതുകൊണ്ട് മറുപടി തൃപ്തികരമായില്ല എന്നതാണ് എൻ്റെ നിലപാട്. എന്നാൽ രാഷ്ട്രീയമായി അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒപ്പം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, എന്തോ വലിയ കാര്യം ഇവിടെ നടന്നു സാധിച്ചു എന്ന മട്ടിലാണ് ഇവിടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ്. അതിനെ തുടർന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷിൻ്റെ പ്രസംഗവും കൂടി കൂട്ടി വായിച്ചാൽ MR അജിത് കുമാറിൻ്റെ സന്ദർശനത്തെ പാർട്ടി ആ രീതിയിൽ കാണാൻ ഉദ്ദേശിക്കുന്നില്ല, ഗൗരവമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതെന്തുകൊണ്ടെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ അതൊരു പാർട്ടിയുടെ മിഷൻ ആയിരുന്നില്ല എന്നത് പാർട്ടിക്ക് വളരെ എളുപ്പം സ്ഥാപിക്കാൻ കഴിയുന്ന ഒന്നാണ്. CPM-ന് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും പാർട്ടിയുമായോ ഏതെങ്കിലും സാംസ്കാരിക സംഘടനകളുമായോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സന്ദേശം കൈമാറാൻ ADGP എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ, അതും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രകടനപരതയുള്ള, ആ അർത്ഥത്തിലൊന്നും പാർട്ടിയുടെ കേഡറിൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ കൊണ്ട് നീക്കം നടത്തില്ല. അതാണ് ഇന്ന് MV ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി പറഞ്ഞത്. CPM-ന് ഏതെങ്കിലും തരത്തിൽ RSS-യുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സാധ്യമേ അല്ല. കാരണം RSS-ന്റെ പ്രത്യയശാസ്ത്ര പുസ്തകത്തിൽ തന്നെ പറയുന്നത് ആഭ്യന്തര ശത്രുക്കളിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകളാണെന്നിരിക്കെ CPM-ന് RSS-യുമായി ഒരു രാഷ്ട്രീയ ബാന്ധവം സാധ്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നേരിട്ട് പോയി കാണുന്നതിൽ എന്താ തടസ്സം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് രാഷ്ട്രീയമായ ഒരു സത്യസന്ധതയെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് CPM-ന് ഏതെങ്കിലും തരത്തിലൊരു RSS ബന്ധമുണ്ട് എന്ന് അജിത് കുമാറിൻ്റെ സന്ദർശനത്തെ മുൻനിർത്തിയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതെന്തുകൊണ്ടാണ് കൂടുതൽ പ്രചരണവേലയാണ്? അതാണ് ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. ഒരു മാധ്യമത്തിൻ്റെ പേരെടുത്തു പറഞ്ഞാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത് മുഖ്യമന്ത്രി. കാരണം ഇതൊരു പ്രചരണവേലയാണ് എന്ന് തോന്നൽ അണികളിൽ ഉണ്ടാക്കണം. സംസാരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ കോവളത്തെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആ മാധ്യമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ നടത്തുന്നതൊരു പ്രചരണ വേലയാണ്, അപ്പോൾ നിങ്ങൾ ചിലത് മറന്നുപോയിരിക്കുന്നു. ഇവിടുത്തെ RSS ബന്ധം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ദാ നോക്കൂ, തുടക്കം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും RSS-ന്റെ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിലെ വ്യത്യസ്തത നിങ്ങൾ കാണുന്നതല്ലേ? തലശ്ശേരി കലാപത്തിൽ നഷ്ടപ്പെട്ട ജീവൻ അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റേതല്ലേ? തലശ്ശേരി കലാപത്തിൽ ആ കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് വിധേയത്തിൽ കമ്മീഷൻ പറഞ്ഞിട്ടില്ലേ? ഈ തലശ്ശേരി കലാപത്തിൽ നിന്ന് അദ്ദേഹം പിന്നെ പോകുന്ന ഉത്തർപ്രദേശിലേക്കാണ്, ഹാഷിർപൂരിൽ. അവിടെ ആരാണ് അതിനെ അഴിച്ചുവിട്ടത്? ആരാണ് അന്ന് ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നത്? അതിനുശേഷം അദ്ദേഹം പോകുന്നത് ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണത്തിലേക്കാണ്. അതിൽ തന്നെ രണ്ടാമത്തെ കർസേവകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രാജീവ് ഗാന്ധിയെക്കുറിച്ചല്ലേ? നാലാമത്തെ കർസേവകൻ എന്ന് പറഞ്ഞിരിക്കുന്ന നരസിംഹറാവുവിനെ കുറിച്ചല്ലേ? അങ്ങനെ കോൺഗ്രസും RSS-ഉം തമ്മിലുള്ള രാഷ്ട്രീയ ചരിത്ര ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ടും ഊന്നിപ്പറഞ്ഞുകൊണ്ടും പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ നേരിടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ ആരോപണങ്ങളിൽ കേരളത്തിലേക്ക് എത്തുമ്പോഴാണ് KPCC പ്രസിഡന്റ് ഷാഗിക്ക് കാവൽ നിൽക്കാൻ പോയ വിവരത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ടേക്ക് ഇതാണ്, പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന് മറുപടി നൽകി. പക്ഷേ ഇടതുമുന്നണിക്കുള്ളിൽ ADGP MR അജിത് കുമാർ എന്തിന് RSS നേതാക്കളെ 3 തവണ കണ്ടു എന്ന ഒരു ചോദ്യത്തിന് ഇടതുമുന്നണിക്കുള്ളിൽ ഉത്തരം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയാതെ പോയി. അതാണ് മറുപടി തൃപ്തിയായില്ല എന്നതിലെ എൻ്റെ ടേക്ക്. എന്നാൽ അതേസമയം ഇതൊരു പ്രചരണവേലയാണെന്ന് പറയാൻ ഒരു പോയിന്റ് കൂടിയുണ്ട്. എന്താണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? ആദ്യം പൂരം കലക്കി എന്നതായിരുന്നല്ലോ. പൂരം കലക്കലും അജിത് കുമാറിൻ്റെ സന്ദർശനവും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മൾ ആദ്യം മുതൽ തന്നെ റിപ്പോർട്ടർ TVയിലെ മീഡിയ എഡിറ്റേഴ്സ് എല്ലാവരും ഒറ്റവാചകത്തിൽ പറയുന്നത് അതുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. കാരണം അത് നടക്കുന്നത് 2023 മെയ് മാസം 22-ാം തീയതിയാണ്. പൂരം നടക്കുന്നത് 2024 ഏപ്രിൽ 19 അതുകൊണ്ട് ഈ ദീർഘമായ ഒരു കാലയളവിൽ അത്തരത്തിലൊരു വലിയ പ്ലാനിങ് സാധ്യമല്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്,
ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ CMRL-മായി ബന്ധപ്പെട്ട കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പോയി എന്നതാണ് പ്രതിപക്ഷത്തിന് മറ്റൊരു ആരോപണം. പക്ഷേ ആ വിഷയം ഇന്ന് പൊളിയും. കാരണം എന്താ? ആ വാർത്ത നമ്മൾ കാണുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്, ഈ സന്ദർശനം നടത്തിയിരിക്കുന്നത് മെയ് മാസത്തിലാണ്. അപ്പോൾ മെയ് മാസത്തിൽ, ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്ന ഒരു സംഭവത്തിന് വേണ്ടി 2023 മെയ് മാസത്തിൽ തന്നെ സന്ദർശനം നടത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രചരണ വേലയാണ്. ഇനി കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ED-യുടെ അന്വേഷണത്തെ തടയാൻ MR അജിത് കുമാർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ED എത്താൻ പാടില്ല. പക്ഷേ അതിനുശേഷമാണ് ED നിരന്തരം അവിടെ കയറി ഇറങ്ങുന്നതും കരുവന്നൂരിൽ ഈ മൊയ്തീനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നതും കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോകുന്നതും ആ സംഭവ വികാസങ്ങളെല്ലാം കാണുന്നതും ആ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാർ ഏതെങ്കിലും തരത്തിൽ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കോ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കോ വേണ്ടിയുള്ള ദൂതാണ് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ഒരർത്ഥം വരെ പ്രചരണവേലയുടെ ഭാഗമാണ്. എന്നാൽ വിശദീകരിക്കേണ്ടത് ഇങ്ങനെ സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി RSS നേതാക്കളെ പോയി കാണുന്ന ADGP, ആ ADGP-യുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് ADGP-യുടെ അറിവുണ്ടായിരുന്നിട്ടും ഇപ്പോഴും അവിടെ തുടരുന്നത് എന്തുകൊണ്ട് എന്ന CPI-യുടെ ചോദ്യത്തിനാണ് ഇനി മറുപടി പറയേണ്ടത്. ആ മറുപടി വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മറുപടി പറഞ്ഞു എന്ന ചോദ്യത്തിന് മറുപടി പ്രതിപക്ഷത്തിന് പറഞ്ഞു, പക്ഷേ ഇടതുമുന്നണിക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ടേക്ക്. ആൻഡ്രു, ഞാൻ വിശ്വസിക്കുന്നത് ADGP അജിത് കുമാറും RSS നേതാക്കന്മാരുമായി ചർച്ച നടത്തി അത് പൂരം കലക്കാനാണ് എന്നുള്ള നിലയ്ക്കൊരു നിലപാട് CPM-ഓ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയോ സ്വീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. കാരണം അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ചെയ്താൽ അത് സർക്കാരിൻ്റെ ബാധ്യതയായി മാറും. കാരണം സർക്കാർ അതിനി എന്ത് പറഞ്ഞാലും, അതിപ്പം ഇനി ഈ പറഞ്ഞ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് അജിത് കുമാറിന് RSS നേതാക്കന്മാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ, അതുകൊണ്ടാണ് ഈ അജിത് കുമാറിൻ്റെ നടപടി ഇങ്ങനെ നീണ്ടു പോകുന്നത്. കാരണം ഞാൻ ഇന്ന് കണ്ടില്ല, ഇന്ന് മലപ്പുറത്ത് SP, DYSP അടക്കമുള്ള എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പോലും MR അജിത് കുമാറിനെ പോലെ ഒരു സാധാരണ ADGP എന്ന് പറയാം, ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP എങ്കിൽ കൂടെ 5-6 ADGPമാരും DGPമാരും ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു ADGP-നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത്രയും അധികം കഷ്ടപ്പെടേണ്ട ഒരു കാര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഒറ്റ കാരണമാണ് എന്തുകൊണ്ടെങ്കിൽ ഈ പറയുന്ന സംരക്ഷണത്തിന് നിൽക്കാനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പിന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കേസിനാണ് ADGP-നെ ട്രാൻസ്ഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ലീവിൽ പോകാൻ പറയുന്നതോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നതോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് മുഖ്യമന്ത്രിക്കായി മാറുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തിൽ കേരളത്തിലെ RSS-ൽ ഏറ്റവും കൂടുതൽ RSS കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കൊലപ്പെടുത്തിയ CPM-കാരെയാണ് എന്നാണ് ഒന്ന് പറഞ്ഞത്. രണ്ടാമത് ആളുകളെ ഭീഷണിപ്പെടുത്തി കടന്നു കയറാമെന്ന് കരുതിയാണ് RSS പ്രവർത്തിച്ചത്. അത് തടഞ്ഞത് CPM-ആണ്. ഞങ്ങളുടെ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം സഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കേരളത്തിലെ CPM പ്രവർത്തകർക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കോ ഒരു ഡൗട്ടും ഇല്ലാന്ന് ഈ പറഞ്ഞ കാര്യത്തിലൊന്നും. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് കേരളത്തിലെ ഒരു CPM പ്രവർത്തകനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനോ CPI-കാരനോ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് പറയേണ്ടത് എന്താണ്? ഈ RSS നേതാക്കന്മാരെ ADGP കണ്ടത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോഴാണെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞ ADGP-നെ അന്നത്തെ ദിവസം ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളിത് ചെയ്തത് ശരിയല്ല എന്നുള്ള നിലപാട് അന്ന് സ്വീകരിച്ചെങ്കിൽ ഇതിൻ്റെ പകുതി പ്രശ്നങ്ങൾ വരില്ല. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ പറഞ്ഞ RSS നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് നിലപാടെടുക്കേണ്ടതാണ് ഈ പറഞ്ഞ PV അൻവർ അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PV അൻവർ ഒരു കാരണവശാലും ഈ പറഞ്ഞ പൂരം കലക്കിയത് ADGP അജിത് കുമാറാണെന്ന് PV അൻവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ടേക്ക്. അതാണ് ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടിലേക്ക് CPM മാറേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്ന് കോവളത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പാർട്ടിയുടെ സ്വകാര്യ പരിപാടി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഇവർ ഓഫീസ് ഉദ്ഘാടനമാണ്. ഓഫീസ് ഉദ്ഘാടനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ പറഞ്ഞ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ഒരേ വേദിയിലിരുന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ പൂരം കലക്കിയതും RSS-ഉമായി ബന്ധപ്പെട്ട ബന്ധമല്ല, അത് ഒരു ADGP-നെ ഉപയോഗിച്ച് ഞങ്ങൾക്കിത് ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ
അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ RSSന് വേണ്ടിയിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് വലിയ കുറ്റമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. ആ കുറ്റം ജനങ്ങൾ കാണുന്നത് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം RSSകാരും കൂടിയുള്ള സ്ഥലമാണല്ലോ കേരളം, ഞാൻ കാണുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത് അങ്ങനെയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും പറയാനുള്ള ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നിലപാടല്ല എന്നുള്ളൊരു നിലപാട് ഇതുവരെ പാർട്ടിയോ ഈ പറഞ്ഞ ഗവൺമെൻറ്റോ പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. തള്ളി പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ വിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഇങ്ങനെ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിന് അതിൻ്റെതായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സെൻകുമാറിൻ്റെ കാര്യത്തിലത് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞ RSSുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ BJP ആയി ബന്ധപ്പെട്ടിട്ടോ അവർ ആ കോട്ടയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണുള്ളത്. എന്തുകൊണ്ട് ഈ കാര്യത്തിൻ്റെ അകത്ത് ഈ MR അജിത് കുമാറിൻ്റെ കാര്യത്ത് ഈ കാര്യം പറയുന്നില്ല? അതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവരും അതൊരു ഇടതുപക്ഷ അനുഭാവിയായ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് MLA വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയം വരെ ഒരു MLAനെ ഇവർക്ക് വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹം ഈ പണി എടുത്തിട്ടുണ്ട് ഇല്ല എന്ന് വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇനി നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ MLA മുന്നോട്ട് വെച്ച ആരോപണങ്ങളുണ്ടല്ലോ, മറ്റുള്ള സ്വർണ്ണക്കടത്തുമായിട്ടും അങ്ങനെയുള്ള കുറേ ആരോപണമുണ്ടല്ലോ, അതിന് അവസാനം തെറിക്കാനുള്ള വിക്കറ്റ് എന്ന് പറയുന്നത് ഇനി അജിത് കുമാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വിക്കറ്റുകളും തെറിച്ചു അല്ലേ? വേറെ ഏതാ വിക്കറ്റ് തെറിക്കാനുള്ള? ഓൾമോസ്റ്റ് എല്ലാ വിക്കറ്റുകളും തെറിച്ചു. അപ്പോൾ ഇനി പറയുന്ന MLAനെ വിശ്വാസത്തിലെടുത്തിട്ടെങ്കിലും ഈ പറഞ്ഞ MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയൊരു നിലപാടായിട്ട് അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് എന്നാണോ ഈ ADGP അജിത് കുമാറിനെ ഈ വിഷയവുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുവരെ ഈ ചർച്ച പോകും. അല്ലാതെ ഇവർക്ക് നാളെ രാവിലെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഈ MR അജിത് കുമാറിനെയും ഈ പൂര കലക്കിയതും ഈ പറഞ്ഞ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആണ് നാളെ പ്രതിപക്ഷം പറയാൻ പോകുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും BJP പറയാൻ പോകുന്നത്. അപ്പം ഇതിനെല്ലാം ആരാ കാരണക്കാരൻ? ഈ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റിന് അനുകൂലമാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അനുകൂലമാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം RSSകളാൽ കൊല ചെയ്യപ്പെട്ടവരാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും നേരെ സ്ട്രെയിറ്റായി പറഞ്ഞു. എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യം നേരിട്ടങ്ങ് പറഞ്ഞുകൂടെ? സുജയ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മറുപടി VD സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിലാകണം എന്നുള്ളത് കൊണ്ടാകും നിങ്ങൾക്കൊന്നും ആ മറുപടി തൃപ്തികരമല്ലാതായി മാറിയത്. മുഖ്യമന്ത്രി എന്തോ ഭീരുവിനെ പോലെ മഹാമൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് VD സതീശൻ പറഞ്ഞത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന വാദങ്ങളാണ് അവിടെ നിന്ന് തുടങ്ങിയതാ ഇവിടം വരെ കേട്ടിരുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് കോവളത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒരു മറുപടി അർഹിക്കാത്ത കാര്യത്തിന് ഖണ്ഡമായി ഇങ്ങനെ മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്നതിലാണ് തെറ്റ്. ഇക്കാര്യത്തിൽ RSSന്റെ സഹായം ആവശ്യമില്ല CPIMന് എന്ന് ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ ഒരു വ്യക്തിയാണ് വന്നതെന്ന് പറയുന്നത്. അതുപോരാ, VD സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഖണ്ഡശ ഉപന്യാസം പോലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വേണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനപ്പുറം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറം ഒരു വിശദീകരണം ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായ ബോധ്യത്തോടെയാണ് മുഖ്യമന്ത്രി വന്നു നിന്നത്. കാരണം ആ മൈക്ക് ഓപ്പറേറ്ററോടൊക്കെയുള്ള ലൈറ്റർ നോട്ടൊക്കെ അവിടെ തന്നെ നമ്മൾ കാണുകയും ചെയ്തല്ലോ. അതായത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു ദേഷ്യപ്പെട്ട് വന്ന് നിൽക്കുന്നതോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. മൈക്ക് ശരിയാക്കാൻ വേദിയിൽ തന്നെയുള്ള ആൾ വന്ന് ശരിയാക്കുന്നു. ഒരു രോഷം പിടിച്ച് രോഷാകുലനായ ഒരു മുഖ്യമന്ത്രി വന്ന് എല്ലാവരും വിമർശിക്കുന്നതിനോട് തിരിച്ച് അതേ രോഷത്തോടെ ഒരു രോഷപ്രകടനം നടത്തിപ്പോകും എന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റിയെന്നാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ കാര്യം. പിന്നെ അദ്ദേഹം പറഞ്ഞ ഉള്ളടക്കത്തിലേക്ക് വരാം. CPIMന് RSSനെ പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ശരിയാണ്. CPIMന് RSSനെയോ RSSന് CPIMനെയോ പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല. രണ്ടും രണ്ട് പ്രസ്ഥാനങ്ങളാണ്. പരസ്പരം പ്രീണിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരൊക്കെയാണെന്നും വോട്ടിന് വേണ്ടി ആരെയാണ് പ്രീണിപ്പിക്കുന്നതെന്നും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഉത്തർപ്രദേശിലായാലും കേരളത്തിലായാലും ഒക്കെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് ഞങ്ങളുടെ അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ 18 സീറ്റ് വാങ്ങിയ ഒരു മുന്നണിയുടെ പേര് UDF എന്നാണ്, LDF എന്നല്ല. അപ്പോൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതിൽ ആരാണ് വിജയിച്ചത് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അത് ശരിയാണ്. എന്നാൽ RSSന്റെ ഒരു നേതാവിനെ സാർ നേരത്തെ പറഞ്ഞതുപോലെ സംഘി നേതാവല്ല, അദ്ദേഹം RSSന്റെ സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളയാണ്. അദ്ദേഹത്തെയാണ് പോയി ADGP കണ്ടതായി ആരോപണം ഉയർന്നത്.
എന്തായാലും ഇപ്പോൾ സീതാറാം യെച്ചൂരി ഒന്നും അങ്ങ് കമ്മി നേതാവെന്ന് വിളിക്കില്ലല്ലോ, അങ്ങ് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്തെങ്കിലും വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ പദവി തന്നെ പറഞ്ഞ് സംസാരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ വി ഡി സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വി ഡി സതീശൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നില്ല. അതിന് ചില കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെ തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ തള്ളി പറഞ്ഞാൽ എന്തായിരിക്കും അടുത്തതായി സംഭവിക്കാൻ പോകുന്നത്? ADGP MR അജിത് കുമാറിന് അറിയാത്ത എന്ത് രഹസ്യമാണ് ആ ഉപജാപകശാലയിൽ ഉള്ളത്? അതുകൂടി നമ്മൾ കാണേണ്ടതല്ലേ? ADGP MR അജിത് കുമാറിനും P ശശിക്കും അറിയാത്ത എന്ത് കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ളത്? ആ ഒരു ലാർജർ പിക്ചറിലേക്ക് കൂടി നമ്മൾ പോകണം. അതായത് ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്നയാളിൽ നിന്ന് നമുക്ക് ഷോക്ക് ഏൽക്കും എന്നുണ്ടെങ്കിൽ തൊടുമോ നമ്മൾ? മാറി നിന്നങ്ങ് പോവുകയുള്ളൂ. അതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ADGP MR അജിത് കുമാറിനെ ഭയമില്ല, അല്ലെങ്കിൽ ADGP MR അജിത് കുമാറിന് അറിയാവുന്ന, ഞാൻ വ്യക്തിയെ ഭയമെന്നല്ല, ADGPക്ക് അറിയാവുന്ന MR അജിത് കുമാറിന് ആ പൊസിഷനിലിരിക്കുമ്പോൾ പല സീക്രട്സും അറിയാം. അതൊക്കെ ഓർത്തിട്ടുള്ള ഒരു ഭയം അലട്ടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്രയും സമയമൊന്നും എടുക്കില്ല ഒരാളെ മാറ്റാൻ, ആ പദവിയിൽ നിന്ന് മാറ്റാൻ ഇത്രയും സമയം എടുക്കില്ല എന്നുള്ളത് കേരളത്തിൽ ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞ കാര്യമാണ്. അത് CPIM-ന്റെ സൈബറിടങ്ങളിൽ CPIM-നെ അനുകൂലിക്കുന്ന ആളുകൾ പോലും മുഖ്യമന്ത്രിക്കെതിരെ തിരിയുകയാണ്. മുഖ്യമന്ത്രിക്ക് പഴയതുപോലെ, പിണറായി വിജയന് പഴയതുപോലെ പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ ഒക്കെ മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ, ശക്തനായ നേതാവിനെതിരെ സംസാരിക്കാൻ ആളുകൾ തയ്യാറായി വരികയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ ഇപ്പോൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് RSSകാർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്, കൊലപ്പെടുത്തിയത് CPM-കാരെയാണ്. അതൊക്കെ രാഷ്ട്രീയ ശരികളാണ്. അദ്ദേഹം എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. ഈ കൊലപാതകത്തിന്റെ കണക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും BJP-യും പറയാറുണ്ട്, CPIM-ഉം പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നതും കൊല്ലിച്ചതും ഒക്കെ പറയാറുണ്ട്. ആ കൊലപാതകത്തെ ഒന്നും ഞാൻ എന്തായാലും ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം ആ പറഞ്ഞതും അവിടെ നിൽക്കുകയാണ്. ഇനി K. സുധാകരനെ വെച്ചുകൊണ്ട്, K. സുധാകരൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നു എന്നുള്ളത് ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എടക്കാട്, തോട്ടട മേഖലകളിൽ RSS ശാഖകൾ CPIM തകർക്കാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ കാവൽ നിന്നു എന്നുള്ള ആ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗ ഭാഗങ്ങൾ ഇതിനു മുൻപ് നമ്മൾ പലതവണ കണ്ടതാണ്. അതുകൊണ്ട് അതിനകത്ത് നത്തിങ് ന്യൂ. ഇവിടെ മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറം പറയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നതിന് കൃത്യമായിട്ടുള്ള സൂചനയാണ്. അദ്ദേഹം തയ്യാറാക്കിയ പ്രസംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തയ്യാറാക്കിയ പ്രസംഗത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ADGP RSSന്റെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതൊരു രഹസ്യ കൂടിക്കാഴ്ച പ്രൊവൈഡഡ്, അങ്ങനെ തന്നെ വെക്കൂ. എന്നാൽ പോലും ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി വെൽ ഇൻഫോംഡ് ആണ്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ മാധ്യമങ്ങളിലൂടെ, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചതാണ്, മാധ്യമങ്ങളിലൂടെ വരുന്നതിന് മുൻപ് തന്നെ ഈ റിപ്പോർട്ടുകളൊക്കെ മുഖ്യമന്ത്രി കണ്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതാണ്. ഒരുപക്ഷേ MR അജിത് കുമാറുമായും സംസാരിച്ചിട്ടുള്ളതുമാകാം. അതുകൊണ്ട് പൊടുന്നനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ക്ഷീണമുണ്ടാവുക മുഖ്യമന്ത്രിക്കാണ്, പിണറായി വിജയനാണ് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ തൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ആളുകളെ മാറ്റുന്നതിന് അദ്ദേഹം അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. മാറ്റില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിന് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രതിപക്ഷം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പൊടുന്നനെ മാറ്റുന്നതായിരിക്കില്ല. മുഖ്യമന്ത്രിയുടെ പ്ലാൻ അനുസരിച്ച് അദ്ദേഹം അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പീക്കർ AN ഷംസീർ പറഞ്ഞതിനെക്കുറിച്ച് ആരും പറഞ്ഞു കണ്ടില്ല. RSS കൂടിക്കാഴ്ചയിൽ തെറ്റില്ല എന്നാണ് സ്പീക്കർ AN ഷംസീർ പറഞ്ഞത്. അതിനെയാണ് CPI വിമർശിക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ നിർത്താം. RSSന്റെ നേതാക്കളെ കണ്ട ആളുകളെ എല്ലാം സസ്പെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടാകും സേനയിൽ ഇനി ബാക്കി? സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ എത്ര പേരുണ്ടാകും ബാക്കി? അതുമൊരു ചോദ്യമല്ലേ. പലതവണ ദത്താത്രേയ ഹൊസബളെ എന്ന RSSന്റെ സർക്കാരുവാഹ് വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മെയിലും എറണാകുളത്തും വന്നിട്ടുണ്ട്. കൂടിക്കാഴ്ച നടത്തിയവരെല്ലാം പുറത്താക്കാനാണെങ്കിൽ അതൊരു ADGP MR അജിത് കുമാറിൽ നിൽക്കുമോ? ഈ ലാർജർ ക്വസ്റ്റ്യൻ മുന്നോട്ട് വെച്ചുകൊണ്ട് RSS നേതാക്കളെ പോയി കണ്ടത് ഒരു വലിയ അപരാധമാണ് എന്ന് കെട്ടിപ്പൊക്കുന്ന ആ സംഭവം അത് ഇല്ലാതാകും. കാരണം RSS ഇന്ന് കേരളത്തിൽ, രാജ്യത്ത്, ലോകത്ത് ഒരിടത്തും നിരോധിച്ചിട്ടുള്ള ഒരു സംഘടനയല്ല. അതുകൊണ്ട് അതിൻ്റെ നേതാക്കളെ പോയി കാണണം എന്ന് താല്പര്യമുള്ളവർ കണ്ടിട്ടുണ്ട്, കാണും, നാളെയും കണ്ടെന്ന് വരും. അവരെ എല്ലാം സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. പക്ഷേ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഒരു ADGP RSSന്റെ നേതാക്കളെ തുടർച്ചയായിട്ട് 3 തവണ കാണുന്നതും മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുന്നത് RSSന്റെ നേതാക്കളുമായി മാത്രമല്ല, അവിടെയാണ്. അതല്ല, പിന്നെ മറ്റ് സംഘടനകളുടെ നേതാക്കളെയും ഒക്കെ ഇതുപോലെ കാണുന്നുണ്ട്. അതൊക്കെ പുറത്തേക്ക് വരാത്തത് കൊണ്ടാണ് പക്ഷെ നമ്മുടെ മുന്നിലുള്ള സംഘടന RSS ആണ്. അതൊന്ന്. 2, സ്പീക്കർ ഷംസീറിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഷംസീറിന്റെ കാര്യത്തിൽ അല്ലേ? ഷംസീറിനെ കുറിച്ച് പക്ഷേ എനിക്കതിനകത്ത് വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷംസീർ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരസ്കരിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള ഒരു പാർട്ടിയെ ഒരു പ്രധാന പാർട്ടി എന്ന് പറഞ്ഞൊരു ജനാധിപത്യത്തിന്റെ വ്യവഹാരത്തിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാന സംഘടന, ഒരു പ്രധാന സംഘടന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്.
അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അതാണെങ്കിലും അല്ലെങ്കിലും RSS ഇപ്പോൾ വലുതായി കഴിഞ്ഞു സർ. അല്ല അത് എനിക്കതിനകത്ത് തർക്കമൊന്നുമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത് സ്പീക്കർ ഷംസീർ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിൽക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട് അതായിരുന്നു. ഒരു പ്രധാന പാർട്ടി എന്നതാണോ RSSന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കുന്ന നിർവചനം? അല്ല, അതിനെ ഒരു വർഗീയ സംഘടനയായിട്ടാണ് ആ പാർട്ടി കാണുന്നത്. സ്പീക്കർ എടുത്ത നിലപാട് തിരിച്ചാണ്. അതാണ് അതിനകത്ത് CPI തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. സതീശനല്ല, മുന്നണിയിൽ നിന്ന് CPI ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. സുജയ പറഞ്ഞല്ലോ, സുജയ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു പോയി. അതായത് MR അജിത് കുമാറിനെ നീക്കാത്തത് ഷോക്കേൽക്കും എന്ന ഭയം കൊണ്ടാണോ? നമ്മൾ അങ്ങനെ കണക്കാക്കാൻ പറ്റൂ സുജയ? ഇതുവരെ നീക്കിയില്ലല്ലോ സർ. നോക്കൂ, അത് ഷോക്കേൽക്കും എന്ന ഭയം കൊണ്ടാണോ? ADGP അജിത് കുമാറിനെ പ്രകാശ് ജാവദേക്കറുമായുള്ള ഞാനത് പറയാൻ അടിസ്ഥാനമുണ്ട്. പ്രകാശ് ജാവദേക്കറുമായി വിജിലൻസിന്റെ തലപ്പത്ത് തെറിച്ചോ? വിജിലൻസിന്റെ തലപ്പത്ത് MR അജിത് കുമാർ തെറിച്ചില്ലേ? ഷോക്ക് ഏറ്റില്ലല്ലോ. എത്ര കാലത്തേക്ക് തിരിച്ചെന്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായി ഈ പാർട്ടിക്ക് വേണ്ടി, പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് പാർട്ടിയുടെ പോളിസിക്ക് അനുസരിച്ച് ഒരു പക്ഷേ പോലീസിങ് നടത്തും. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സെക്കൻഡ് പോയിന്റ്. അതിൽ അദ്ദേഹത്തിന് വിശ്വാസതയുണ്ട്. അതല്ലാതെ ADGP അജിത് കുമാറിന്റെ കയ്യിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതമൊന്നും പണയൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് നാളെ ഏത് വിഷയത്തിലാണെങ്കിലും ADGP അജിത് കുമാറിനെ നീക്കാൻ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നവുമില്ല എന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി വ്യക്തിപരമായ മുഖ്യമന്ത്രി പക്ഷേ ഇന്ന് തന്ത്രപൂർവ്വം ആ ഒരു വാക്ക് പോലും ആ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ സഖാക്കളെയല്ലേ ബോധ്യപ്പെടുത്തി അഡ്രസ് ചെയ്തത്. അവിടെ പോളിറ്റ് ബ്യൂറോ അല്ല, അതേസമയം അജിത്തിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കും, അന്വേഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞത് പോലീസ് അസോസിയേഷൻ അത് കറക്റ്റ് സ്ഥലത്താണ്. ഒരു കാര്യം പറയട്ടെ, പിന്നെ സുജയ പറഞ്ഞതിനകത്തൊരു വൈരുദ്ധ്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കൂടി പറയാം. അതൊന്ന് ക്ലാരിറ്റി വരുത്തിയാൽ മതി. അതായത് സുജയ പറഞ്ഞു ഈ പറയുന്ന MR അജിത് കുമാറിനെ തൊടാൻ കഴിയില്ല, കാരണം വെച്ചാൽ ഒരുപാട് തൊടാൻ കഴിയില്ല എന്നല്ല, തൊടാൻ ഭയമുണ്ട്. നന്നായി, അത് കറക്റ്റാ, തൊടാൻ ഭയമുണ്ട്. കാരണം വെച്ചാൽ അതുകൊണ്ടാണ് സാർ എനിക്ക് ആ ഒരു സംശയം തോന്നുന്നു. അതല്ല, ഒരുപാട് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ക്ലാരിറ്റി വരുത്തിക്കോ. ഒരുപാട് പിന്നെ രഹസ്യങ്ങൾ അറിയുന്ന ഒരാൾ കൂടിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ തൊടാൻ ഭയമാണ് എന്നാണ് പിന്നെ പറഞ്ഞത്, സുജയ പറഞ്ഞത്. നോക്കൂ, ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ അതിപ്പം ഉമ്മൻചാണ്ടി ആയാലും കെ കരുണാകരനായാലും അല്ലെങ്കിൽ VS അച്യുതാനന്ദനായാലും പിണറായി വിജയനായാലും ആ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സീക്രട്സ് ഉണ്ടാവും. അത് എപ്പോഴും ഉള്ളിൽ വഹിക്കുന്നവരാണ് ആ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. അവരെ ആ സീക്രട്ടുകൾ കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകളുടെ ഭയന്നാണോ അതിൻ്റെ മുകളിൽ ഒരു മുഖ്യമന്ത്രി ഇരുന്ന് സംസ്ഥാനത്തെ ഭരിക്കുക? അത് ഇമ്പോസിബിളാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭയം എന്താണെന്ന് പിന്നെ സുജയ പറഞ്ഞാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം വെച്ചാൽ ഹൊസബോളയെ കാണാനായിട്ട് MR അജിത് കുമാർ പോയിരിക്കുന്നത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ദൂതുമായിട്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അങ്ങനെ രാഷ്ട്രീയ ദൂതിന് പറഞ്ഞു വിട്ട ഒരാളെ പിന്നീട് മാറ്റുകയാണെങ്കിൽ അത് തനിക്ക് തിരിച്ചടിയാവും, എന്തെങ്കിലും അത് വെളിപ്പെടുത്തപ്പെടും, അങ്ങനൊരു ഭയമുണ്ട് എന്നാണോ സുജയ പറഞ്ഞു വെച്ചത്? അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി അങ്ങ് ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ഭയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഉണ്ണി സാറിന് ഈ വേദിയിൽ ഇരിക്കുമ്പോഴേക്കും ഒരു പരിധിക്കപ്പുറം ആൻഡോ സാറിനെ വിമർശിക്കാനായിട്ട് ഒരു ഭയം വരുന്നത് ഏത് ഘട്ടത്തിലാണ്? ഞാൻ നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥനാണല്ലോ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ, ഇടപെടാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതൊരു സ്ഥാപനത്തിലായാലും ഒരു മേലുദ്യോഗസ്ഥൻ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ MD ആണല്ലോ ഇതിൻ്റെ മേലുദ്യോഗസ്ഥനായി ഇരിക്കുന്നത്. ഇപ്പോൾ എഡിറ്റോറിയൽ ബോർഡിൽ അദ്ദേഹം മാനേജിംഗ് എഡിറ്ററാണ്, പക്ഷേ MD അതുപോലെ തന്നെയാണ്. അതിന് താഴെയാണ് ബാക്കി ആളുകൾ വരുന്നത്. അപ്പോൾ കൃത്യമായി താഴെയുള്ള ആളുകൾക്ക് ഒന്നുകിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേയാളെ ഭയമുണ്ടാകും. അതുപോലെ തന്നെ ചില ആളുകൾ വിശ്വസ്തരായിരിക്കും, അവർക്ക് പല കാര്യങ്ങളും പല അണിയറ രഹസ്യങ്ങളും അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യും. ആൻഡോ സാർ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ, സാർ താടിക്കൊക്കെ കൈ കൊടുത്തു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അല്ല, ഞാൻ പറയട്ടെ. അതായത് ഈ ADGP MR അജിത് കുമാറിനെ റോങ് ഡൂയിങ്സിന് മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊവൈഡഡ് ഇഫാണ് ഉണ്ടെങ്കിൽ ആ ഭയം അവിടെ വരും. ഉണ്ണി സാറേ, പ്രതിപക്ഷം എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ PV അൻവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിയിൽ ആരോപണത്തിലൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ തുടർച്ചയായി ഈ സംഭാഷണത്തിൽ സുജിത് ദാസ് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ അതിലെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ഈ പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഇവിടെ MR അജിത് കുമാറിനെതിരായ ഇൻഫർമേഷൻ കിട്ടിയത് എന്നാണ്? ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒന്നുമല്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങി ഈ 6 ദിവസത്തിനിടയിലല്ലോ, കഴിഞ്ഞ വർഷമാണ്. 2023 മെയ്യിൽ ഇങ്ങനെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടുമ്പോൾ അന്നേ ഇതേ പാർട്ടി അച്ചടക്കവും പാർട്ടിയുടെ വർഗ്ഗശത്രു അല്ലെങ്കിൽ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിൽ നമുക്ക് ഒട്ടും യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവിനെ, RSSന്റെ ജനറൽ സെക്രട്ടറിയെ തന്നെ പോയി അജിത് കുമാർ കണ്ടിട്ടും അജിത് കുമാർ തുടർന്നത് എന്തുകൊണ്ടാണ്? ഒരു നടപടിയെങ്കിലും എടുത്തോ? ഇൻഫോർമൽ പേഴ്സണൽ
പറയട്ടെ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത്ര മാത്രമേ ഇദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടിയിലുള്ളൂ. അത് അതേപടി വിഴുങ്ങുന്ന ഒരാളാണ് പിണറായി വിജയനെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇവിടെ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ പാർട്ടി നേതാക്കളടക്കം പറയുന്നത്. CPI അങ്ങനെയാണോ പറയുന്നത്? പാർട്ടിയുടെ അണികളും അനുഭാവികളും അങ്ങനെയാണോ പറയുന്നത്? ആ കൂടിക്കാഴ്ച അവർക്കൊന്നും ശരിയായി തോന്നുന്നില്ല. പക്ഷെ പിണറായി വിജയന് അന്നും ശരിയായി തോന്നി, ഇന്നും അദ്ദേഹം തള്ളി പറയുന്നില്ല. ആ രണ്ട് ശരികളും വരുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ ശരികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളാണ്, ഒപ്പമുള്ള ഒരാളാണ് എന്നതുകൊണ്ടാണ്. ഒരു കാര്യം അതായത് സുജയ പറഞ്ഞതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത്തേക്ക് വാ, അവിടെ മറ്റേ പുള്ളിയൊക്കെ പേര് 2 കേസെടുക്കണം എന്ന് പറയുന്നൊരു സംവിധാനം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഡോക്ടർ അരുൺ വെറുതെ മുഖ്യമന്ത്രി എന്ന ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്റെ കീഴിലുള്ള ADGP വിളിച്ച് ഒരു റോങ് ഡൂ ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മുടെ മുന്നിൽ തെളിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ നമ്മൾ അസേർട്ട് ചെയ്യുക? ഞാൻ പറയട്ടത്, ഇപ്പോൾ MR അജിത് കുമാറിനെ എതിരെ നടപടിയെടുക്കാത്ത ഒരാളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അകത്ത് MR അജിത് കുമാറിനെ നടപടി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം കുറേ നാൾ ആ സ്ഥാനത്ത് മാറി നിന്നിട്ടുണ്ട്. 4 മാസം ഇന്റലിജൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറിയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ നടപടി എടുക്കുന്നില്ല എന്നുള്ള നമ്മുടെ ചോദ്യം. ആ ചോദ്യം ഈ RSSുമായി ബന്ധപ്പെട്ട പൂരം കളിക്കുന്നതുമായ വിഷയം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ ഈ പറഞ്ഞ PV അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്തും ഈ വലിയ മാഫിയാണ്, ഗുണ്ടാത്തലവനാണെന്നുള്ളതൊക്കെ പറയുമ്പോൾ അല്ല ഒരു മിനിറ്റ്, അങ്ങനെ സംസാരിച്ച് നടപടിയുടെ കടത്തിലേക്ക് വരുന്ന സമയത്താണ് ഈ പറയുന്ന RSSുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തേക്ക് വരുന്നത്. ആ RSSുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അകത്ത്, ഈ പൂരം കളിക്കുന്നതുമായ വിഷയത്തിൻ്റെ അകത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രിയും പാർട്ടി കുടുങ്ങി എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ നേരത്തെ നിലപാട് ഈ സ്വപ്ന സുരേഷിനെ പോലെയുള്ള ഒരു ചെറിയ വിഷയത്തിൽ, കാരണം അന്ന് മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണെന്നുള്ളത് ആ നിലയ്ക്ക്, കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മാറുന്ന ഘടകമായിരുന്നല്ലോ അന്ന് MR അജിത് കുമാർ ചെയ്തിട്ടുള്ളത്. ആ ഘടകത്തിൽ ആ സമയത്ത് മുഖ്യമന്ത്രി നിലപാട് മാറ്റി നിർത്തിയ അല്ലെങ്കിൽ നിലപാടെടുത്ത MR അജിത് കുമാർ ഈ വിഷയത്തിൽ വന്ന് പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന RSS വിഷയമോ ഈ പറയുന്ന പൂരം കലക്കിയതുമായ വിഷയമോ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആ ആരോപണത്തിൻ്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരോപണത്തിൻ്റെ ഗൗരവം എന്താണ്? ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദൂതനായി RS നേതാക്കന്മാരെ പോയി കണ്ടു എന്നുള്ളതാണ് അതിന് ഗൗരവം. ആ ഗൗരവത്തെ ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ഈ പൂരം കലക്കി എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടത് അന്ന് ADGPയോടാണ്. ADGP ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ ഒരു നടപടി അന്ന് ആലോചിക്കാമായിരുന്നു. എന്തുകൊണ്ട് പറ്റിയില്ല? ഞാൻ ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ റിപ്പോർട്ട് ഇതുവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിട്ടില്ല. മൊഴികളെടുത്തു. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ വന്ന് മൊഴികൾ കൊടുത്തു. CPIക്ക് അതിനകത്തൊരു പെസക് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPI ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഈ പറയുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ MR അജിത് കുമാർ RSSുമായി ചേർന്ന് പൂരം കലക്കിയെന്നല്ലോ പറഞ്ഞു. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോപണ വിധേയൻ പറയുന്ന ADGP അജിത് കുമാറാണ്. അദ്ദേഹം ആ റിപ്പോർട്ട് അദ്ദേഹം തന്നെ അന്വേഷിച്ച് കൊടുക്കുന്നതിൽ എന്ത് ഇവിടെയാണ് ഒരു അൺവാണ്ടഡ് പ്രൊട്ടക്ഷൻ. എന്തുകൊണ്ട്? ഞാൻ ഇതിനകത്ത് ആരെയും സപ്പോർട്ട് ചെയ്യുകയല്ല. ഇതിനകത്ത് നമ്മൾ വളരെ നിഷ്പക്ഷമായി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു അൺവാണ്ടഡ് പ്രൊട്ടക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറല്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ, കേസുകളിൽ അന്വേഷണം എവിടെ എത്തി, കേന്ദ്ര ഏജൻസികളിൽ അന്വേഷണം എവിടെ എത്തി എന്ന ചോദ്യം കൂടി അപ്പുറത്ത് ചോദിക്കുന്നുണ്ട്. ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളിൽ മറുപടി പറയാത്തതാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ പോരെ? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നോക്കൂ, RSSുമായി ബന്ധപ്പെട്ട നേരത്തെയുള്ള ഉദ്യോഗസ്ഥരെ RSSനോട് അടുക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ അതിരൂക്ഷമായ പ്രതികരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെൻകുമാറിനെ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, എങ്ങോട്ടാണ് പോക്കെന്നറിയാം, എന്നിട്ട് എങ്ങോട്ടാണ് പോക്കുന്നത് പിന്നീട് തെളിയുകയും ചെയ്തു. ഇവിടെ നോക്കൂ, ADGP MR അജിത് കുമാറുമായി ആരോപണങ്ങൾ നോക്കൂ, കേൾക്കൂ. മുസ്ലിം വിരുദ്ധ നിലപാടെടുക്കുന്നു. മുസ്ലിം വിരുദ്ധ നിലപാട് അതിരൂക്ഷമായ പ്രതികരണങ്ങൾ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് പോയി കാണുമ്പോൾ മുസ്ലിം വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ളത് ADGPയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? പല നേതാക്കളും പല വിഷയങ്ങളും പറഞ്ഞത് വാർത്തകൾ നോക്കൂ. ഉണ്ട് പരാതി പറയുമ്പോൾ ഒരു നിമിഷം, അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ ADGP ഉന്നയിക്കപ്പെട്ടിട്ടില്ല. നോക്കൂ, അവിടെ സുജിത്ദാസിനെതിരെ ആരോപണമുണ്ട്. സംഘവൽക്കരണത്തിന്റെ ഒരു ഏജന്റായിട്ട് ഈ സുജിത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ചില SP മാർക്കെതിരെ ആരോപണമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ കണ്ടൻഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്, മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനോ അത് റദ്ദാക്കുന്നതിനോ വേണ്ടി ADGP ഉപയോഗിച്ചു എന്ന് പറയുന്നത് എത്ര
ബാലിശമായ ആർഗ്യുമെന്റ് ആണ്. അല്ല, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാത്തവരും സ്വാഭാവികമായി സംശയിക്കാമല്ലോ. അങ്ങനെയാണോ ആരോപണം ഉന്നയിക്കുന്നത്? അതാണോ ആരോപണം? ആ ആരോപണത്തിന് തെളിവ് വേണ്ടേ? അതാണ് ഞാൻ പറഞ്ഞ ഡേറ്റ് പോലും നോക്കും. അന്വേഷണം എവിടെ എത്തി? ടി.എൻ. പ്രതാപനെ സ്വന്തം മണ്ഡലത്തിൽ 86,000 വോട്ട് കുറഞ്ഞേക്കാണെന്ന് വിശദീകരിക്കട്ടെ ആദ്യം. എന്റെ ചോദ്യം ഇതാണ് സ്മൃതി, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ ദത്താത്രേയ ഹൊസബളയെ കണ്ടത് മെയ് മാസം 22-ാം തീയതി ആണല്ലോ. CMRL എക്സാലോജിക്ക് വിഷയത്തിൽ എപ്പോഴാണ് അന്വേഷണം വരുന്നത്? SFIയുടെ അന്വേഷണം വരുന്നത് എപ്പോഴാണ്? മുമ്പാണോ പിമ്പാണോ? ശേഷമാണ്, ഡിസംബറിലാണ്. ഡിസംബറിൽ നടക്കാൻ മെയ് മാസത്തിൽ കൊണ്ടുപോയി എങ്ങനെയാണ്? ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ പൂരം കലക്കി എന്നുള്ള കാര്യം സംശയമുണ്ടോ? ഒറ്റ ചോദ്യം, ഒറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ പൂരം കലക്കി എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ലയോ? കമ്മീഷണർ അങ്കിത് അശോകൻ എന്ന് പറയുന്ന കമ്മീഷണർ അതിന് ഉത്തരവാദിയാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഇനി അയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും അവിടെ കഴിച്ചില്ല. ഞാൻ ചോദിച്ച ചോദ്യം സ്പെസിഫിക് ആണ്. പൂരം കലക്കിയോ കലങ്ങിയോ എങ്ങനെയോട്ടെ, കലങ്ങിയല്ലോ, കലങ്ങി. അതിന്റെ ഗുണം ബിജെപിക്ക് കിട്ടി. അതിന്റെ ഗുണമാണോ? മാത്രമല്ല പല ഗുണങ്ങളിൽ ഒന്ന് ഈ ഗുണമാണ്. ഞാൻ എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, പൂരം കലങ്ങി എന്നുള്ള കാര്യം ഉറപ്പിച്ചു. കലങ്ങിയ പൂരത്തിൽ എന്താ സംഭവിച്ചെന്ന ഒരു അന്വേഷണം വേണമല്ലോ. ആ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ? നടക്കുന്നു. ആരാ നടത്തുന്നത്? ADGP പൂരം കലക്കിയെന്ന് ഒരു വിഭാഗം പറയുന്നത്. കഴിഞ്ഞില്ല, ഞാൻ പറയില്ല. അങ്ങനെയല്ല. ADGP പൂരം കലക്കി എന്നൊരു ആരോപണം PV അൻവർ ഉന്നയിക്കുന്നത് വരെ നമ്മുടെ മുന്നിലില്ല. അല്ലല്ല, ഒരു മിനിറ്റ്. ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ? PV അൻവർ ഒന്ന്, രണ്ടാമത് CPI ഇവരുടെ ഭരണകക്ഷിപ്പെട്ട ആളാണല്ലോ. ഈ CPIയും ഈ പറയുന്ന PV അൻവറും ഇവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണല്ലോ. ഇവരും എന്താ പറയുന്നത്? ഈ പൂരം കലക്കിയത് ADGP അജിത് കുമാർ ആണെന്നാണല്ലോ പറയുന്നത്. ആ അന്വേഷണത്തെ കൊണ്ട് തന്നെ ഏത് ഔചിത്യത്തിന്റെ പ്രകാരത്തിലാണ് ഈ പറയുന്ന ADGPനെ കൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത്? മുഖ്യമന്ത്രി അറിഞ്ഞ അന്ന് ഈ പറയുന്ന SIT ഫോം ചെയ്തിട്ടുണ്ടല്ലോ, DGPയുടെ കീഴിലുള്ള SIT ഫോം ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട് അതിന് മുതിരുന്നില്ല? അപ്പൊ എന്താണ്? അപ്പൊ ഈ പറയുന്ന ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നില്ലേ? ആ സംരക്ഷിക്കുന്ന നിലപാടിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് തെറ്റു പറയാൻ പറ്റുമോ? പ്രതിപക്ഷം ചോദ്യമില്ല, ഭരണപക്ഷത്തിലുള്ള അവരുടെ തന്നെ ഘടകകക്ഷി ചോദ്യം ചെയ്യുന്നു, അവരുടെ തന്നെ അനുകൂലമായി അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു MLA ചോദ്യം ചെയ്യുന്നു, പാർട്ടി പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നു. ഇവർ ചോദ്യം ചെയ്യുന്നത് മനസ്സിലാക്കാതെ പ്രതിപക്ഷം മാത്രമാണ് ചോദ്യം ചെയ്യുന്നത് പറയാൻ എന്താ അടിസ്ഥാനത്തിലാണ്? അവിടെ ഒരു അപകടം എന്താ അറിയോ? പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ADGP അജിത് കുമാർ ഈ പറയുന്ന ഭരണപക്ഷിയും CPM പ്രതിസ്ഥാനത്തെ അല്ല. അത് VD സതീശന് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് PV അൻവർ ആ ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങി തിരിച്ചൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പുനർജനിയുടെ കാര്യത്തിൽ. ഈ കേരളം ഭരിക്കുന്ന CPM-നും ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഇതിന്റെ എന്ത് റിപ്പോർട്ട് വന്നാലും അതിന്റെ ആധികാരികമായ ഉത്തരവാദിത്ത പാർട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരോ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഈ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്ന്, ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നീക്കിയാൽ അത് ഹൊസബോളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ പേരിലായിരിക്കുകയില്ല. ഒരു രണ്ട് പോലീസ് കലക്കി എന്നൊരു റിപ്പോർട്ട് ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല. അതാണ് ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. അല്ല, അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടതാണ്, മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടതാണ്. വീഴ്ച സംഭവിച്ചു, പോലീസ് വീഴ്ച, പോലീസിന്റെ കൃത്യനിർവഹണത്തിലെ വീഴ്ചയാണ്. അവിടെ എഴുന്നള്ളത്ത് എങ്ങനെയാണ് ട്രാഫിക് പോലും നിയന്ത്രിക്കാതെയാണ് എഴുന്നള്ളത്ത് അതുവഴി കടന്നു വന്നത്. അത് പൂരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അവിടെ മുതൽ തുടങ്ങുന്ന വീഴ്ചയാണ്. രാവിലെ 7:15 പൂരം വെടിക്കെട്ട് നടത്തുന്ന ആൻഡ്രോസ് അത് ഉണ്ടായത് അവിടുത്തെ സംഘാടനത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ നിർവഹിക്കേണ്ട കമ്മീഷണർക്ക് വന്ന വീഴ്ചയാണ്. അതിന് ADGP അവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂരിലുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായ തൃശ്ശൂർ പൂരം, ഈ പറഞ്ഞ രാത്രി നടക്കേണ്ട പൂരം രാവിലെ നടന്നത് തന്നെ സർക്കാരിന്റെ വീഴ്ചയാണ് അല്ലേ? സർക്കാരിന്റെ അല്ലാതെ പ്രതിപക്ഷം പറയുന്നത് ഏറ്റെടുത്ത് പറയുന്നത് എന്തിനാണ്? സുജയ, ഇപ്പം തിരുവനന്തപുരത്ത് കുടിവെള്ളം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇന്റേണൽ എൻക്വയറി നടന്നു. ഇന്റേണൽ എൻക്വയറിയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് ഇന്റേണൽ കമ്മിറ്റി കണ്ടെത്തി. ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിപ്പം 2024 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ ഒരു പൊളിറ്റിക്കൽ റീസൺ ആയിട്ട് പറയുന്നത് പൂരം കലങ്ങിയത് കൂടെ
വീഴ്ചയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പൂരം കലങ്ങിയത് പോലീസിന്റെ വീഴ്ചയാണെന്ന് ഒരു സർക്കാരിന് സമ്മതിക്കാൻ കഴിയില്ല. CPM സർക്കാരിന് സമ്മതിക്കാൻ അതാണ് കഴിയില്ല. സത്യം. ഒരു കാരണവശാലും കഴിയില്ല. ഞാൻ ചോദിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റി കൊണ്ടുപോയി ഈ ഒരു ഉദ്യോഗസ്ഥന്റെ പുറത്ത് ഫിക്സ് ചെയ്യുന്നത് എന്തിനാണ്? അദ്ദേഹത്തിനാണ് ക്രമസമാധാനത്തിന്റെ ചുമതല. ഈ പറയുന്ന കാര്യം വൃത്തിയായി നടക്കുന്ന ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. കമ്മീഷനെതിരെ നടപടിയെടുത്തോ സർ? ആ പൂരം കലക്കിയ വീഴ്ചയുണ്ടാക്കിയ ആ വ്യക്തി ഇപ്പോൾ തൃശ്ശൂർ ആ നടപടി ആരും കാണാൻ സ്ഥലം മാറ്റി. പക്ഷേ സ്ഥലം മാറ്റേണ്ടതിന്റെ പേരിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറ്റില്ല. അത് ശ്രദ്ധിക്കണം. ആ സമയത്തല്ല മാറ്റിയത് കേട്ടോ. തെരഞ്ഞെടുപ്പിന്റെ സമയം ഒരു മാസം കൂടെ കഴിഞ്ഞു. അപ്പോഴും അങ്കിത് അശോക് പിന്നെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടൊന്നുമല്ല സ്ഥലം മാറ്റം. സ്ഥലം മാറ്റം അതൊക്കെ പുറത്തു വന്ന കാര്യമാണ്. പറയാൻ കഴിയില്ല സുജിയ. വി ബെന്നി എന്തിനാ സ്ഥലം മാറ്റിയത്? അതെ, സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന തൃശ്ശൂർ പൂരം കലങ്ങി അല്ലെങ്കിൽ പോലീസിനൊരു വീഴ്ച പറ്റി എന്നുള്ളത് 2 വർഷം മുമ്പാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പൂരം ഉണ്ടല്ലോ, ആ സമയത്താണെങ്കിലും പറ്റും. സർക്കാരിന് സമ്മതിക്കാം, പോലീസിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കാം. പൊളിറ്റിക്കലായ ഒരു ഇമ്പാക്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ആരോപണം അതിശക്തമായി നിൽക്കുന്ന പക്ഷേ ഇവിടെ വി എസ് സുനിൽകുമാറും കെ മുരളീധരനും തോറ്റത് പൂരം കലക്കിയത് കൊണ്ടല്ല, വോട്ട് കിട്ടാത്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ ചോദ്യം മറുപടി പറഞ്ഞോ എന്നായിരുന്നു. ഒരാൾക്ക് മറുപടി പറഞ്ഞു എന്നൊരു അഭിപ്രായം, 4 പേർക്ക് മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറയുന്ന അഭിപ്രായം മറുപടി പറഞ്ഞു, പക്ഷെ അത് പ്രതിപക്ഷം ആഗ്രഹിച്ച രീതിയിലല്ല എന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു. മറുപടി പറഞ്ഞു, മിണ്ടാതിരുന്നില്ലല്ലോ. മഹാമൗനത്തിന്റെ മാളത്തിലല്ല, മറുപടി പറഞ്ഞു. അത് തന്നെയാ പറഞ്ഞു. ഏത് വിഷയത്തിലാണ് നമ്മുടെ മറുപടി പറഞ്ഞോ എന്ന് ചോദിച്ചു. നിങ്ങൾ ചോദ്യത്തിൽ അത് ഇട്ടിട്ടില്ലല്ലോ. ADGP കുറിച്ച് മറുപടി പറഞ്ഞോ? ചോദ്യം പോയി. യെസ് എന്ന് 1, നോ എന്ന് 4. Meet the editors.